നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംവിധായകൻ SS രാജമൗലിക്കെതിരെ പരാതിയുമായി രാഷ്ട്രീയ വാനരസേന. ഹനുമാനെ കുറിച്ചുള്ള പരാമർശത്തെ തുടർന്നാണ് പരാതി. അമൽ ശശികുമാറിന്റെ റിപ്പോർട്ട് കാണാം. ബ്രഹ്മാണ്ഡ സംവിധായകൻ രാജമൗലിക്കെതിരെ പരാതിയുമായി രാഷ്ട്രീയ വാനരസേന. സംവിധായകൻ വാരണാസി എന്ന ചിത്രത്തിന്റെ ലോഞ്ചിൽ വെച്ച് മതവികാരം വ്രണപ്പെടുത്തും വിധം ഒരു പ്രസ്താവന പറഞ്ഞു എന്നതാണ് പരാതി. എല്ലാം ഹനുമാൻ സ്വാമി നോക്കിക്കോളുമെന്ന് എൻ്റെ അച്ഛൻ പറയും, പക്ഷെ എനിക്ക് ദൈവത്തിൽ അത്ര വിശ്വാസം പോരാ എന്ന രാജമൗലിയുടെ ഈ കമന്റാണ് വാനരസേനയെ ചൊടിപ്പിച്ചത്. തന്റെ സിനിമകളിൽ ഹൈന്ദവ ബിംബങ്ങളെ സ്ഥാപിച്ച് അതിലൂടെ ഹിന്ദുത്വ ഒളിച്ചു കടത്തുന്നു എന്നൊരു ആരോപണം ഇതിനകം പലവട്ടം നേരിട്ടിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് രാജമൗലി. ഹിന്ദു മിത്തോളജിയും ദൈവങ്ങളെയും സിനിമയിൽ ഉൾപ്പെടുത്തി കച്ചവടം നടത്തിയ ശേഷം പൊതുവേദിയിൽ ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നതാണ് പുതിയ ആരോപണം. ഏതായാലും മതം ഒളിച്ചു കടത്തുന്നു എന്ന ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്നത് പതിവായ രാജമൗലിക്ക് ഇങ്ങനെ ഒരു നിരീശ്വരവാദത്തിന്റെ മുഖം പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇത് ആദ്യമായല്ല സംവിധായകൻ തന്റെ മതവിശ്വാസത്തിൽ നിന്നും അകന്നു മാറിയുള്ള ജീവിതത്തെപ്പറ്റി പറയുന്നത്. RRR എന്ന ചിത്രത്തോടനുബന്ധിച്ച് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ മതം, ദൈവം എന്നിവയെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ എന്നോട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയൂ. മതപ്രഭാഷകരും ചിന്തകരുമൊക്കെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തി സ്രോതസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കത് മനസ്സിലാകാറില്ല. പിന്നെ എങ്ങനെ ഞാൻ അത് വിശ്വസിക്കും? മറ്റൊരു അഭിമുഖത്തിൽ ഒരിക്കൽ താനും തന്റെ ഭാര്യ രമയും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട ഒരു സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വണ്ടി നിയന്ത്രണം വിട്ട് ചെന്നിടിച്ചു. ഭാര്യ രമയ്ക്ക് സാരമായ പരിക്ക് പറ്റി. ഒരുപാട് രക്തം പോയി. അനങ്ങാനാവാത്ത അവസ്ഥയിൽ അദ്ദേഹം ചിന്തിച്ചു, ഞാനിപ്പോൾ വിളിക്കേണ്ടത് ദൈവത്തെയാണോ അതോ ഡോക്ടർമാരെയാണോ എന്ന്. അദ്ദേഹം ഉറക്കെ കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചത് ഡോക്ടർമാരെ ആയിരുന്നു. രാജമൗലിയുടെ ഈ വാക്കുകളൊക്കെ വാരണാസിയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. മതവിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ ജാതി പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ രാഷ്ട്രീയക്കാർ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും രാജമൗലി വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രസ്താവനയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒപ്പം ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളിടത്തോളം കാലം എതിർപ്പുകളെ കാര്യമാക്കേണ്ടതില്ല എന്ന പ്രസ്താവനയും ഇപ്പോൾ ചർച്ചയിൽ ഇടം നേടിയിട്ടുണ്ട്. പോരാത്തതിന് രാജമൗലിയുടേതെന്ന് പറയപ്പെടുന്ന എനിക്കൊരിക്കലും രാമനോട് ഇഷ്ടം തോന്നിയിട്ടില്ല, പകരം കൂടുതൽ ഇഷ്ടം കൃഷ്ണനെയാണ് എന്ന രാജമൗലിയുടെ 14 വർഷം മുൻപത്തെ ട്വീറ്റും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും സംവിധായകനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാഷ്ട്രീയ വാനരസേനയുടെ തീരുമാനം. iPhone 17ഉം രാജമൗലിയുടെ സിനിമയും കാവി കളറിൽ. ഭാവി കാവിയുടെ കയ്യിൽ സുരക്ഷിതം എന്ന തെലങ്കാന BJPയുടെ ട്വീറ്റ് ഇപ്പോൾ വൈറലാണ്. പോസ്റ്റിനെ പരിഹസിച്ചും പ്രശംസിച്ചും നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. പ്രജിത ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജമൗലിയുടെ പാൻ വേൾഡ് ചിത്രം വാരാണസിയും iPhone 17 പ്രോയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നിങ്ങൾക്കറിയോ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? എന്നാൽ ഇതാണ് സംഭവം. വാരാണസിയുടെ ടൈറ്റിൽ ടീസറിന് പിന്നാലെ തെലങ്കാന BJP പോസ്റ്റ് ചെയ്ത ഒരു എക്സ് പോസ്റ്റ്. ചിത്രത്തിൽ മഹേഷ് ബാബുവിന്റെ വസ്ത്രത്തിന്റെ കളർ ഗ്രേഡിങ്ങിനെയും ഐഫോണിനെയും ബന്ധപ്പെടുത്തിയാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഫോൺ മുതൽ രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം വരെ ഭാവി കാവിയുടേതാണ് എന്നായിരുന്നു തെലങ്കാന BJPയുടെ വൈറലായ പോസ്റ്റ്. പോസ്റ്റിനെ പ്രശംസിച്ചും പരിഹസിച്ചും നിരവധി കമന്റുകളാണ് വന്നിട്ടുള്ളത്. ഈ 2 എണ്ണം മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ജയിൽ പുള്ളികളുടെ യൂണിഫോമിന്റെ നിറം കാവിയാണ്. അതും കൂടി ചേർക്കാമായിരുന്നു. ഫാൻഡ, മിറിൻഡ പോലുള്ള പാനീയങ്ങളുടെ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം ചോദിക്കുമോ എന്നും അബ്സല്യൂട്ട്ലി അമേസിംഗ് തുടങ്ങിയ കമന്റുകളും പോസ്റ്റിന് താഴെ കാണാം. അതേസമയം ഇതാദ്യമായിട്ടല്ല സോഷ്യൽ മീഡിയയിൽ BJP കാവി നിറത്തെപ്പറ്റി സൂചിപ്പിക്കുന്നത്. ഇത്തവണത്തേത് ഏറെക്കുറെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കലായിരുന്നെങ്കിൽ 2 വർഷം മുൻപ്, അതായത് 2023-ൽ പത്താൻ സിനിമയിലെ ബേശരം രംഗ് എന്ന പാട്ടിൽ ദീപിക പദുക്കോൺ കാവി നിറത്തിലുള്ള ബിക്കിനി ധരിച്ചത് സംഘപരിവാർ കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു. BJP MLA-മാർ, മന്ത്രിമാർ അടക്കമുള്ളവർ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളും അന്ന് ഉയർത്തിയിരുന്നു. എന്തായാലും എല്ലാ ട്രോളുകളും എത്തിപ്പിടിച്ചു വാങ്ങുന്ന BJPക്ക് ഇതൊന്നും പുതിയൊരു സംഭവമല്ല. കാവി കൊണ്ട് ഇനിയും തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. ഒരു കാര്യം ഉറപ്പിക്കാം, കാവി അത്ര നിസാരക്കാരനല്ല. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളുടെ വേദിയാണ് ടെസ്റ്റ് മത്സരങ്ങൾ. സ്വന്തം മണ്ണിൽ ദയനീയമായി വീഴുന്ന ഇന്ത്യയെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിലും കണ്ടു. ഗംഭീർ പരിശീലക സ്ഥാനം ഒഴിയാൻ സമയമായോ? മെറിൻ കെ ബിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 123 ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കോറായിരുന്നു.
മികച്ച രീതിയിൽ പ്രതിരോധിച്ചു നിന്നവർക്ക് ഈഡൻ ഗാർഡൻസിലെ പിച്ചിൽ കളിക്കാൻ സാധിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റ് മത്സരത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ സ്വയം വിമർശനമെന്നോണം പരിശീലകൻ ഗംഭീർ പറഞ്ഞ വരികളാണ്. പരിശീലക സ്ഥാനത്ത് ഗംഭീർ എത്തിയതിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടെസ്റ്റ് മത്സരങ്ങളിൽ താഴേക്ക് വീഴുന്നത് പതിവാകുന്നു എന്ന സത്യം അത് എത്ര മറച്ചു പിടിച്ചാലും വിസിബിൾ ആകുന്ന വസ്തുത തന്നെയാണ്. T20യിൽ കിടിലം, ഏകദിനത്തിൽ മികച്ചത്, പക്ഷേ ടെസ്റ്റിൽ ശരാശരിക്കും താഴെ എന്ന രീതിയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ പോക്ക്. ടെസ്റ്റിൽ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയെന്ന ഒരിക്കലും അനുഭവിക്കാത്ത ഒന്ന് ന്യൂസിലൻഡിൽ നിന്ന് നേരിട്ട ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ വിജയം എളുപ്പമായിരുന്നു എന്ന സാഹചര്യത്തിൽ നിന്നാണ് തോൽവിയിലേക്ക് പതിച്ചത്. ക്രിക്കറ്റ് അതിന്റെ സർവ്വ ഭംഗിയിലും പരീക്ഷിക്കപ്പെടുന്ന ടെസ്റ്റിൽ പോരാട്ടത്തിന്റെ കണിക പോലും പ്രകടിപ്പിക്കാതെയായിരുന്നു ഇന്ത്യയുടെ ആ വീഴ്ച. ഇത് പാഠങ്ങൾ നിരവധി പഠിക്കാനുള്ള സമയമാണെന്നുള്ള തിരിച്ചറിവ് ക്യാപ്റ്റൻ ഗില്ലിനും ഗംഭീറിനും ഉണ്ടായെന്ന് കരുതാം. പരിശീലകനല്ലാതിരുന്ന സമയത്ത് നിരന്തരം രവിശാസ്ത്രിയെ വിമർശിച്ച ഗംഭീർ ഇപ്പോൾ ക്യാപ്റ്റൻ കോഹ്ലിയും രവിശാസ്ത്രിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇരുത്തി ആലോചിക്കുമെന്ന് ഉറപ്പാണ്. കോഹ്ലിയുടെ കീഴിൽ 2 ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യ നാട്ടിൽ പരാജയപ്പെട്ടത്. അതിനുശേഷം കഴിഞ്ഞ 3 വർഷം കൊണ്ട് 5 മത്സരങ്ങളിൽ ഇന്ത്യ തോറ്റു. ആദ്യമുണ്ടാകേണ്ടത് സമീപനങ്ങളിലെ മാറ്റങ്ങളാണ്. ടെസ്റ്റ് ഫോർമാറ്റിൽ തിളങ്ങാനാകുന്ന താരങ്ങൾ ഇന്ത്യൻ നിരയിലുണ്ട് എന്നതിൽ സംശയമില്ലെങ്കിലും ഒരു ടീമായി എത്ര വലിയ പോരാട്ടവും ജയിക്കാനുള്ള ആത്മവിശ്വാസം ടീമിൽ നിറയ്ക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഒരാളുടെ വ്യക്തിഗത മികവിൽ എളുപ്പം ജയിച്ചു കയറാനാകുന്ന ഫോർമാറ്റ് അല്ലല്ലോ ടെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പ്രജിത ബാലചന്ദ്രൻ ആൻഡ് കീപ് വാച്ചിങ് 24.